ശ്രദ്ധ വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? ഓ, എല്ലാവർക്കും ഈ പാനിപൂരിയൊക്കെ കാണുമ്പോൾ എന്താ ഒരു ആക്രാന്തം. സത്യം പറയാലോ, ഇതുവരെ ഞാനത് കഴിച്ചിട്ടില്ല. കാരണം എനിക്കത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഒരു കഴിക്കാൻ നമുക്ക് തോന്നിയിട്ടുമില്ല. അത് കാണുമ്പോൾ എന്തോ ഒരു അറപ്പ് പോലെ. അത് പ്രത്യേകിച്ച് ആ ഒരു അതിനകത്ത് ഒഴിക്കുന്ന ഒരു ലായനി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എന്തോ ഒരു അറപ്പ് പോലെയാണ് തോന്നുന്നത്. പക്ഷെ ചില അമ്പലപ്പറമ്പുകളിലൊക്കെ ഇത് വിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ആക്രാന്തത്തോടു കൂടിയാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വിൽക്കാൻ നിൽക്കുന്നവര് നമ്മുടെ മലയാളികളല്ല, കൂടുതലും ഈ ഹിന്ദിക്കാര് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് വിൽക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പതേ കണ്ട ഒരു വീഡിയോ അതിൽ കണ്ടല്ലോ, ആ ഒരു ലയനിൽ നിന്നും ജീവനുള്ള എലിയാണ് ഇറങ്ങി ഓടിയത്. ഇത് നമ്മുടെ കേരളത്തിലൊന്നും അല്ല, പക്ഷെ നമ്മുടെ കേരളത്തിലും ഇതുപോലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയും മകനും മരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതായത് രാത്രി വൈകിയാണ് അവർ ഫുഡ് കഴിച്ചത്. ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഫുഡാണ്. ആ ഒരു ഫുഡ് കഴിച്ച ഉമ്മയും മകനും മരണപ്പെട്ടു. അപ്പൊ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫുഡ് ഒട്ടും എന്താ പറയാ ഹൈജീനിക് അല്ല. നമുക്ക് വിശ്വസിച്ച് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. മാക്സിമം നമ്മുടെ വീടുകളിലെ ആഹാരം തന്നെ കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മളും വാങ്ങാറുണ്ട്. പക്ഷെ ഇതുപോലുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ഒരു ഞെട്ടലാണ് തോന്നുന്നത്. കാരണം ഈ ഹോട്ടൽ ഉടമകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ പാനിപൂരി അല്ലെങ്കിൽ ബജ്ജി അതൊക്കെ ഉണ്ടാക്കുന്നവർ ഒരിക്കലും അവരത് കഴിക്കുന്നില്ലല്ലോ, അത് വിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവരതിൽ വലിയ വൃത്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തത്തില്ല. അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ അമ്പലപ്പറമ്പുകളിലും ഒക്കെ പോകുമ്പോഴത്തേക്കും മാക്സിമം അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇനി എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. ഈ പാനിപൂരിയോ അല്ലെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ജീവനും ജീവിതവും ആരോഗ്യവും ഒക്കെയാണ്. ഇതുപോലുള്ള ഫുഡൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. നമ്മുടെ ജീവന് തന്നെ നല്ലത് അതാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊരു പാനിപൂരി കഴിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. പാനിപൂരി കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പത്തേക്കും ആ ഒരു ആഗ്രഹം മാറിക്കോളും.